ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട +2 വിദ്യാർത്ഥികളെ, എനിക്കറിയാം എല്ലാവരും +1 റിസൾട്ടിൽ സങ്കടപ്പെടുന്നവരുണ്ട്, എന്നാൽ സന്തോഷിക്കുന്നവരുണ്ട്. സന്തോഷത്തിനെയും സങ്കടത്തിനെയും റേഷ്യോയിലേക്ക് പറയുമ്പോൾ സന്തോഷിക്കുന്നവർ 10% മാത്രമാണ്. ബാക്കി 90% കുട്ടികളും റിസൾട്ടിൽ ആശങ്കാകുലരാണ്. കാരണം അവരാഗ്രഹിച്ച റിസൾട്ടല്ല, അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ ആഗ്രഹിച്ച റിസൾട്ടല്ല അവർക്ക് കിട്ടിയത് എന്ന് വേണം പറയാൻ. അവർക്കറിയില്ലല്ലോ 10ാം ക്ലാസ്സിലെ ഫുൾ A+ പോലെ മധുരമല്ല, നോവില്ലാത്തതല്ല, വേദനയില്ലാത്തതല്ല +1 500 എബോവ് അല്ലെങ്കിൽ ഫുൾ A+ എന്ന സ്വപ്നം എന്നുള്ളത്. അത് തീർത്തും ഒരു ടഫ് ഏറിയ സംഗതി തന്നെയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ ഈ ഒരു വീഡിയോയിലേക്ക് വരുമ്പോൾ എൻ്റെ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്ത 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് റിസൾട്ട് വന്നത് 80%. ഞാൻ ഓപ്പണായിട്ട് പറയാം. കാരണം റീസൺ എന്താണെന്ന് എനിക്കും അറിയാം, ആ കുട്ടിക്കും അറിയാം. പക്ഷേ രക്ഷിതാവിനറിയില്ല. 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടി MS സൊല്യൂഷൻസിൻ്റെ വില കൂടിയ ന്യൂട്ടൺ എൻട്രൻസ് ബാച്ചിൽ പ്രതീക്ഷകളോടെ ജോയിൻ ചെയ്ത ഒരു പെൺകുട്ടി. എന്നാൽ ഒരു വർഷത്തിന് ശേഷം, ഏകദേശം 10 മാസങ്ങൾക്ക് ശേഷം, ആ കുട്ടിയുടെ മാർച്ചിലെ പൊതുപരീക്ഷയ്ക്ക് ശേഷം ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത അതേ റിസൾട്ട് തന്നെയാണ് ആ കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്, 80%. എന്തുകൊണ്ട് ആ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു പോയി? കാരണം പഠനത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സുകളുണ്ട്. ആ ഫാക്ടേഴ്സിനോട് അടുക്കുമ്പോൾ പഠനം കൂടും, ആ ഫാക്ടേഴ്സിൽ നിന്ന് അകലുമ്പോൾ പഠനം കുറയുകയും ചെയ്യും. എന്നാൽ മറ്റൊരു ഫാക്ടറുണ്ട്, അതിനോടടുത്താൽ പഠനം വല്ലാതെ കുറഞ്ഞു പോകും. അതിൽ പെട്ടുപോയ കുട്ടിയോട് ഞാൻ പറഞ്ഞു, രക്ഷിതാക്കളോടൊന്നും പറയണ്ട, പക്ഷേ ഇനിയെങ്കിലും +2 പഠിക്കണമെന്നുള്ള കാര്യമാണ് ഞാൻ ആ കുട്ടിയെ ഓർമ്മപ്പെടുത്തിയത്. തീർച്ചയായിട്ടും അത്തരം പെൺകുട്ടികളും ആൺകുട്ടികളും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ +2 ഇനി നിങ്ങളെ തളരാൻ ഞാൻ അനുവദിക്കില്ല. എൻ്റെ ലക്ഷ്യം ഫിസിക്സും കെമിസ്ട്രിയുമായിട്ടാണ് ആദ്യം ആരംഭിക്കുന്നതെങ്കിലും പിന്നീട് നമുക്ക് മാത്സിലേക്കും ബയോളജിയിലേക്കും പോകാം. കേരളത്തിലെ ഒരു +2 പഠിക്കുന്ന കുട്ടി ഇഷ്ടപ്പെട്ട ഒരു ഫിസിക്സ് ക്ലാസ്സും ഇഷ്ടപ്പെട്ട ഒരു കെമിസ്ട്രി ക്ലാസ്സും ഒക്കെ കാണാൻ MS സൊല്യൂഷൻസിൻ്റെ ചാനലിലേക്ക് വരണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. തീർച്ചയായിട്ടും അതിലേക്ക് എത്തിക്കാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്റ്റഡി പ്ലാനിനെ കുറിച്ചാണ്. അതെ, നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. കാരണം +1 കഴിഞ്ഞു. എന്തായാലും നാളെയല്ല മറ്റന്നാളല്ല ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ കിടക്കുന്നത് ഇനി മാർച്ചിലാണ്. പബ്ലിക് എക്സാമിൻ്റെ കൂടെയാണ് നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതേണ്ടത്. ആ സമയത്ത് നമുക്ക് ആലോചിക്കാം. പക്ഷേ ഇന്നെങ്കിലും സ്കൂൾ തുറന്ന ഈ ഒരു ദിവസം തൊട്ടെങ്കിലും നമുക്ക് തുടങ്ങിയേ പറ്റുള്ളൂ. ഇനി ആരെയും കാത്തിരിക്കേണ്ട സമയമായിട്ടില്ല, ആരെയും കാത്തിരിക്കേണ്ടതില്ല. എന്നാൽ തുടങ്ങല്ലേ. തീർച്ചയായിട്ടും ഈ ഒരു വീക്കിനെ ഞാൻ ഫിസിക്സ് വീക്ക് എന്നാണ് വിളിച്ചിരിക്കുന്നത്. കാരണം ശ്രദ്ധിച്ച്, MS സൊല്യൂഷൻസിൻ്റെ ഈ +2 ചാനലിൽ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന +2 ചാനലിൽ MS സൊല്യൂഷൻസ് ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് തൊട്ടാ നാളെ ജൂൺ 3-ാം തീയതി. ജൂൺ 3-ാം തീയതി ഫിസിക്സും അതിൻ്റെ 1ാമത്തെ ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 1 ഷോട്ടാണ് വരുന്നത്. ആ 1 ഷോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. 7 മണിക്കാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കേവലം 1 മണിക്കൂർ കൊണ്ടോ 1.5 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ ആ ചാപ്റ്റർ തീരുമെന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരാൻ കഴിയില്ല. കാരണം അങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കുമ്പോൾ നിങ്ങളുടെ മാർക്കും ചുരുങ്ങിപ്പോകുന്ന സാധ്യത വളരെ കൂടുതലാണ്. ഇത് +2 ആണ്. ആദ്യത്തെ 5 പാഠങ്ങളും ഇലക്ട്രിസിറ്റിയെക്കുറിച്ചും മാഗ്നറ്റിസത്തെക്കുറിച്ചും മാറി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻസ് അങ്ങോട്ട് മാറിപ്പോകും. അബ്സലോൺ 0-യിൽ നിന്ന് തീർച്ചയായിട്ടും പെർമിയബിലിറ്റിയിൽ നിന്ന് പെർമിറ്റിവിറ്റിയിലേക്ക് ഒരു മാറ്റം പെട്ടെന്ന് നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടായേക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, മാർക്കൊക്കെ കുറഞ്ഞുപോയി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ +2 എങ്ങനെ പഠിച്ചാലാണ് എനിക്ക് മാർക്ക് കിട്ടുക? അതിനാദ്യം ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നാളെ 7 മണിക്കാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് MS സൊല്യൂഷൻസിൻ്റെ ഈ +2 ചാനലിലേക്ക് വരിക. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന 1 ഷോട്ട് ചാപ്റ്റർ കാണുക. എന്നിട്ട് അതിനുശേഷം അതിൻ്റെ നോട്ട്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യുകയും ചെയ്യുക.
തൊട്ടടുത്ത ദിവസം ജൂൺ 4-ാം തീയതി ബുധനാഴ്ച, വെനസ്ഡേ, ആ 4-ാം തീയതി ഇതേ ചാപ്റ്ററിൻ്റെ ഓൾ ഡെറിവേഷൻസ് ആൻഡ് ന്യൂമറിക്കൽസ് ആണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരുപാട് ഡെറിവേഷൻസ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്നത് കാണാം അല്ലേ. പോളാർ മൊമെൻറ്റിനെ കുറിച്ചൊക്കെ കൃത്യമായി പഠിക്കുന്ന ഈ ചാപ്റ്റർ, ആ ചാപ്റ്ററിൻ്റെ ന്യൂമറിക്കൽസും ഡെറിവേഷൻസും നിങ്ങൾക്ക് ഒരുമിച്ച് 2-ാമത്തെ ദിവസം കിട്ടുന്നു, അതും 7 മണിക്ക് തന്നെ. തൊട്ടടുത്ത ദിവസം ജൂൺ 5-ാം തീയതി വ്യാഴാഴ്ച നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു ചാപ്റ്ററിൻ്റെ, ഏത് ചാപ്റ്റർ? ഇലക്ട്രിക് ചാർജസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. നിങ്ങൾ പറ, എല്ലോ ആയില്ലേ? ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കിട്ടി, ആ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ഡെറിവേഷൻസ് ലഭിച്ചു, സെപ്പറേറ്റ് ആയിട്ട് ലഭിച്ചു. ഓൾറെഡി ആ വൺ ഷോട്ട് പറയുമ്പോൾ സാർ അത് ഡിസ്കസ് ചെയ്യുമെങ്കിലും ഡെറിവേഷൻസും ന്യൂമറിക്കൽസും ഒരുമിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. മൂന്നാമതായിട്ട് ആ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. നോക്കിക്കേ, നമ്മുടെ ആഷിഖ് സാറിൻ്റെ ആ ചിരിച്ചു നിൽക്കുന്ന മുഖത്തെക്കുറിച്ചേക്ക് നമുക്ക് നോക്കിയാലോ? യെസ്, ദാ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? വൺ ഷോട്ട് പഠിക്കുന്നു. ഏതാ വൺ ഷോട്ട്? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിന് ശേഷം നമ്മൾ ഓൾ ഡെറിവേഷൻസ് പഠിക്കുന്നു. അതിനുശേഷം നമ്മൾ ആ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നു. ഇത് മാത്രമാണോ സാർ? ഇത് മാത്രമല്ല ചെറുപ്പക്കാരാ. ഒരു ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കോണ്ടന്റ് വീഡിയോസ് തരുന്നുണ്ട്. ആ കോണ്ടന്റ് വീഡിയോസ്, ഞാനിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഒരു ഇംഗ്ലീഷിൻ്റെ ടീച്ചർ പറഞ്ഞു, കണ്ടൻറ്റ് എന്ന് ഇനി പറയേണ്ട, കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ മതി. സത്യം പറഞ്ഞാൽ എനിക്കത് പറയാൻ താല്പര്യമില്ല. കാരണം എന്നെ പഠിപ്പിച്ച അധ്യാപകരോട് ഞാൻ റെസ്പെക്റ്റ് ബഹുമാനം നിലനിർത്തി ഞാൻ കണ്ടന്റിലേക്ക് തിരിച്ചു വരുന്നു. ഓക്കെ, എൻ്റെ ടീച്ചർ എന്നോട് പറഞ്ഞു, എന്നെ പഠിപ്പിച്ചത്, ഞാൻ ആ ടീച്ചറെ ബഹുമാനിക്കണ്ട. നിങ്ങൾ പറ, ഇന്നലെ വന്നൊരു ടീച്ചർ വന്നിട്ട് കോണ്ടന്റ് വീഡിയോസ് എന്ന് പറയുമ്പോൾ അത് ഞാൻ കേൾക്കണോ? അല്ലെങ്കിൽ ഇന്നലകളിൽ എൻ്റെ അറിവുകളെ വാതായനങ്ങളിലേക്ക് എത്തിച്ച, മുകളിലേക്ക് എത്തിച്ച, പർവ്വതങ്ങളിലേക്ക് എൻ്റെ അറിവുകളെ രാപ്പകലില്ലാതെ വാനോളം ഉയർത്തി തന്ന അധ്യാപകരെ ഞാൻ ബഹുമാനിക്കണ്ടേ? ആ ബഹുമാനം തന്നെയാണ് കോണ്ടന്റിൽ നിന്ന് കണ്ടന്റിലേക്ക് തിരിച്ചു വരുന്നത്. സോ നിങ്ങൾക്ക് വ്യാഴാഴ്ച എന്താ കിട്ടുന്നതെന്ന് അറിയോ? പ്ലസ് ടുക്കാർ മാത്രം കൂടെ ശ്രദ്ധിച്ചാൽ മതിയേ. ശ്രദ്ധിക്കണേ, വ്യാഴാഴ്ച ജൂൺ 5-ാം തീയതി നിങ്ങൾക്ക് 5 മണിക്ക്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ 5 മണിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫിസിക്സ് ചാപ്റ്ററിൻ 1-ാമത്തെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ NCERTയിലെ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് ആൻഡ് സൊല്യൂഷൻസ് ആണ്. NCERT സോൾവഡ് എക്സാമ്പിൾസ് എന്ന് നമ്മൾ പറയും. അതിനുശേഷം കഴിഞ്ഞോ? ഇല്ല. ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ച, പെരുന്നാളിൻ്റെ തലേ ദിവസം, വെള്ളിയാഴ്ച ഫ്രൈഡേ, ആ വെള്ളിയാഴ്ച അതേ ചാപ്റ്ററിൻ്റെ MRQ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. യെസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വ്യാഴാഴ്ച കിട്ടിക്കഴിഞ്ഞൊരു കുട്ടി തൊട്ടടുത്ത ദിവസം വെള്ളിയാഴ്ച കിട്ടുന്നത് എന്താ? മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ആ ചാപ്റ്ററിൽ നിന്ന് ഇതെല്ലാം ആവർത്തിക്കപ്പെടുന്ന ചോദ്യങ്ങളാണ്. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. തൊട്ടടുത്ത ദിവസം ഹോളിഡേ ആണ്, ശനിയാഴ്ച ഒരു ഹോളിഡേ ആണ്. പക്ഷേ ഈദ് ഹോളിഡേ കൂടിയാണ്. റെസ്റ്റ് ആൻഡ് സെലിബ്രേറ്റ് വിത്ത് ഫാമിലി. അവിടെ നിങ്ങൾ പഠിക്കേണ്ട പുസ്തകം അടച്ചു വെച്ചോ. ശനിയാഴ്ച റിപ്പീറ്റർ പോലും 2-3 മണിക്കൂർ പഠിക്കാതിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈദ്. യെസ്, അപ്പോൾ സാറേ കഴിഞ്ഞില്ലേ? ജൂൺ 7 ഇല്ല. ആ ശനിയാഴ്ച കഴിഞ്ഞ് വീണ്ടും ഞായറാഴ്ച. നമുക്കിനി പഠനത്തിന് ദിവസങ്ങളേ ഉള്ളൂ, പഠന വൈകല്യങ്ങളുടെ ദിവസങ്ങളില്ല. അതുകൊണ്ട് ആ ജൂൺ 8 സൺഡേ, അതായത് പെരുന്നാളിൻ്റെ നേരെ പിറ്റേന്ന് ജൂൺ 8 സൺഡേ രാവിലെ 11 മണിക്ക് നിങ്ങൾക്ക് കിട്ടുന്നു MCQ. ആ ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറയുന്ന കുട്ടിക്കുള്ളതാ MCQ. എന്താ MCQ? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. കഴിഞ്ഞോ? ഇല്ല. അന്ന് വൈകുന്നേരം 5 മണിക്ക് ആരും നൽകാത്ത ഒരു സാധനം കൂടി ആ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. എന്താണത്? MUQ, മോസ്റ്റ് യുണീക്ക് ക്വസ്റ്റ്യൻസ്. മോസ്റ്റ് യുണീക്ക് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ അപൂർവമാണ്. ഈ അപൂർവം എന്നുള്ളൊരു പേരിന് പ്രത്യേകത ഉണ്ട്. ഈ അപൂർവങ്ങളാണ് ഇനി നിങ്ങൾക്ക് പൂർവമാകാൻ പോകുന്നത്. അതായത് അപൂർവങ്ങളായി ചോദിക്കുന്ന ചോദ്യങ്ങളെ കൂടുതൽ ടഫാക്കി ചോദിക്കുന്നതാണ് ഈ വരാൻ പോകുന്ന പരീക്ഷകളെല്ലാം. നിങ്ങൾക്കറിയാമല്ലോ, +1 ഫിസിക്സ് പരീക്ഷ എഴുതിയ നിങ്ങളോട് എനിക്കത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല.
അതേ ഞായറാഴ്ച 5 മണിക്ക് നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം വീണ്ടും 7 മണിക്ക് നിങ്ങൾ വരുന്നു. നമ്മൾ വീണ്ടും അടുത്ത സർപ്രൈസ് അനൗൺസ്മെൻറ്റ് നടത്തുന്നു. സ്റ്റഡി പ്ലാൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഈ ഒരു വീക്കിൽ നിങ്ങൾക്കൊരു ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ചോ? എന്തൊക്കെ കിട്ടി? ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ ചാപ്റ്റർ 1 ഷോർട്ട് റിവിഷൻ കിട്ടിയില്ലേ? ആ ചാപ്റ്ററിൻ്റെ ഡെറിവേഷൻസിൻ്റെയും ന്യൂമറിക്കൽസിൻ്റെയും ഒരു ലൈവും കൂടി കിട്ടിയില്ലേ? അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലേ? അതിനിടയിലൂടെ NCERTയുടെ സോൾവ്ഡ് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? അതിനുശേഷം മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലേ? അതിനും ശേഷം പിന്നെ നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലേ? MCQ. അതിനുശേഷം മോസ്റ്റ് യുണീക്ക് ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ഇത്രയൊക്കെ പോരെ. ഇനി നിങ്ങൾക്ക് കിട്ടേണ്ടത് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, MEQ. അതിപ്പോഴല്ല കിട്ടുക, അത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് കിട്ടുക. വേണമെങ്കിൽ അതിനെ പ്രഡിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ തീർച്ചയായിട്ടും ഈ ഒരാഴ്ച ഇങ്ങനെ പഠിച്ചാൽ ചൊവ്വ മുതൽ ഞായറാഴ്ച വരെ ഇടയിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ട്, അത് ഈദാണ്. ഇങ്ങനെ നിങ്ങൾ വൃത്തിക്ക് എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഇതിൻ്റെ തലേന്ന് വെള്ളിയാഴ്ച ലൈവ് ഇല്ല, അത് വേറെ കാര്യം. വെള്ളിയാഴ്ച ലൈവ് ഇട്ടിട്ടില്ല, ചൊവ്വയും ബുധനും വ്യാഴം ലൈവ് ഇട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം കണ്ടന്റ് വീഡിയോസുകളാണ്, കണ്ടന്റ് വീഡിയോസ്. സോ ഇങ്ങനെ ഞായറാഴ്ച വരെ നിങ്ങൾ എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഫിസിക്സിൻ്റെ 1ാമത്തെ ചാപ്റ്റർ ക്രിസ്റ്റൽ ക്ലിയർ ആകുമെന്ന് ഉറപ്പുള്ളവർ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്തിരിക്കണം. സർ, ഇങ്ങനെയാണെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, ഞാൻ തീർച്ചയായിട്ടും നാളെ മുതൽ സാറിൻ്റെ +2 ചാനലിലേക്ക് വന്നിരിക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് എനിക്ക് വേണ്ടത്. ഇനി +1 ഇത്ര മാർക്കേ ഉള്ളൂ സാർ, എനിക്ക് ഒന്നും പറ്റുന്നില്ല എന്ന് പറയരുത്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് MS ആണ്. 10ാം ക്ലാസ്സിൽ 9+ നേടി +1 എത്തിയപ്പോൾ റിസൾട്ട് വന്നപ്പോൾ 79% ചുരുങ്ങിപ്പോയ ഒരു ചെറുപ്പക്കാരൻ്റെ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് രാസലഹരിയല്ല, മദ്യലഹരിയല്ല, ഒരു ലഹരിയുമല്ല. അത് പഠനത്തിൻ്റെയും അറിവിൻ്റെയും തിരിച്ചറിവിൻ്റെയും ലഹരി കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്തോളൂ. നിങ്ങളുടെ ഫ്യൂച്ചർ +2 ഫ്യൂച്ചർ MS ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾ അടിയറവ് വെക്കുകയാണെങ്കിൽ തിരിച്ചു കിട്ടുന്നത് ആ പുസ്തകത്തിൻ്റെ ചട്ടകളിൽ ഒട്ടിച്ചു നിൽക്കുന്നത് A+ എന്ന മധുരമായ സ്വപ്നമായിരിക്കും. സോ കാത്തിരിക്കുക. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. നാളെ രാത്രി 7 മണിക്ക് കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. ഇറ്റ്സ് അവർ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.